പരിശുദ്ധമായ ബറാഅത്തിൻ്റെ പുണ്യമായ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണല്ലോ. അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ നോമ്പ് വെറുതെ ആയിപ്പോകും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ നോമ്പ് ഇൻഷാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വെറുതെ ആയിപ്പോകും, വെറുതെ പട്ടിണി കിടക്കലായി പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. പരിപാവനമായ ബറാഅത്ത് നോമ്പാണല്ലോ ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു വാചകം പറഞ്ഞാൽ, ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒഴിയാത്ത പ്രതിഫലമാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എങ്കിൽ നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നമ്മൾ ഈ വാക്ക് പറയണം. ഏത് വാക്കാണത്? വിശദമായി അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് ഇന്ന് കേൾക്കാം. ഒരു മനുഷ്യൻ നോമ്പുകാരനായിട്ട് നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദുആയാണ് ആ സമയത്തുള്ള ദുആ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഏത് ദുആയാണ് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ടത്, വിശദമായി ആ ദുആയും അതുപോലെ തന്നെ ചെല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ ഇന്നത്തെ നോമ്പും മറ്റ് അമലുകളും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പരിപാവനമായ ബറാഅത്ത് രാവ് കഴിഞ്ഞ് അതിൻ്റെ സുന്ദരമായ പകലിലാണുള്ളത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രതിഫലങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഒക്കെ ഈ ഒരു നോമ്പിനായിട്ട് കണ്ടിട്ടുള്ളത്, അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നലെ രാത്രി അൽഹംദുലില്ലാഹ് സുമ്മൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളാണ് അല്ലേ, ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ചാനലിൽ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസൊക്കെ പങ്കെടുത്ത് ഒരു വിശുദ്ധമായ ഖുർആൻ 3 യാസീൻ നമ്മൾ ഓതി, സൂറത്തു ദുഖാൻ ഓതി, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു. പടച്ച റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആ അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇന്നലെ രാത്രി ഹയാത്താക്കി എത്രയോ ഉമ്മമാരാൻ അല്ലേ, നമ്മൾ ഹയാത്താക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതായത് ഇത് ഇന്നലെ മാത്രമല്ല കേട്ടോ, ഇന്ന് രാത്രിയിലും ഇനി വരുന്ന രാത്രികളിലൊക്കെ ഹയാത്താക്കിയാൽ, ഹയാത്താക്കുന്ന പറഞ്ഞാൽ ഉറക്കം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറക്കം നിന്നിട്ട് ഇങ്ങനെ തന്നെ ഇബാദത്ത് എടുക്കണം, അങ്ങനെയല്ല. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു കുറച്ച് ഖുർആൻ ഓതുകയോ കുറച്ച് ദിക്ർ പറയുകയോ ഒരു 2 റക്അത്ത് നിസ്കരിക്കുകയോ ചെയ്താൽ അത് ഹയാത്താക്കുന്ന കൂലി കിട്ടും. അപ്പോൾ ഇന്നലെ അതൊക്കെ ചെയ്ത ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളുടെയും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാകും മനുഷ്യനാണ്. ആ പോരായ്മകൾ പരിഹരിച്ച് കരുണാവാരിധിയായ പടച്ചവൻ നമ്മളിൽ നിന്നും അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നീയത്തിൻ്റെ കാര്യം മറന്നു പോവല്ലേ. ഇന്നലെ രാത്രി നീയത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ളുഹറിന് മുമ്പ്, ളുഹറിന് ശേഷമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നീയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അത് നഷ്ടമായി. നീയത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ ആ നീയത്ത് ളുഹറിന് മുമ്പ് അത് പറഞ്ഞു തീർക്കേണ്ടതാണ്. ബറാഅത്ത് ദിനത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തിങ്കളാഴ്ച ദിവസം, തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. പിന്നെ ശഅബാൻ മാസം മുഴുവനും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ ശഅബാനിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. പിന്നെ വെളുത്ത വാവ് ദിവസങ്ങൾ, അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു. അതുപോലെ തന്നെ റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ അത്, റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ നീയത്ത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വെക്കണമായിരുന്നു, എന്നാലത് കിട്ടൂ. അപ്പോൾ ഈ 4 നീയത്ത് ഏതായാലും നമുക്ക് ഇപ്പോൾ നീയത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ആ നീയത്ത് വെക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആ 4 നോമ്പിൻ്റെയും പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നോമ്പ് കിട്ടൂല. ഇത് ചിലപ്പോൾ നീയത്ത് മാത്രമേ വിട്ടുപോയിട്ടുണ്ടാവുള്ളൂ, നോമ്പുകാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നീയത്ത് വെച്ചാൽ നിങ്ങൾ കൂലി കിട്ടും. പിന്നെ ഇന്ന് ളുഹർ നിസ്കാരം,
ഇപ്പം സുബി കഴിഞ്ഞു, സുബി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവാം. ചില ആളുകൾ ഇന്നലെ ഹയാത്താക്കി അവസാനം സുബി പോലും കള്ളാക്കിയിട്ട് ആക്കിയ ആളുകളുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. സുബി നിസ്കാരം നമ്മൾ നിസ്കരിച്ചു, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശായുണ്ട്, നാളത്തെ സുബി. ഇനി 5 വഖത്ത് നിസ്കാരമുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ 5 വഖത്ത് നിസ്കാരം ഖളാ ആക്കിയ പിന്നെ നമ്മൾ ചെയ്തതൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പരമാവധി ജമാഅത്തോടുകൂടി, ജമാഅത്ത് കിട്ടിയില്ല എങ്കിലും ഒറ്റയ്ക്കെങ്കിലും അത് നമ്മൾ ഖളാ ആക്കാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ളുഹർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ഏറ്റവും അഫ്ളൽ 4 റക്അത്ത്, അത് നിസ്കരിക്കാം. അതുപോലെ തന്നെ ളുഹർ നിസ്കാരം 4 റക്അത്ത്, ളുഹറിന് ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പിന്നെ അസ്ർ നമസ്കാരത്തിന് മുമ്പ് 2 നിസ്കരിക്കാം, അല്ലെങ്കിൽ 4 നിസ്കരിക്കാം. അതോടൊപ്പം തന്നെ അസ്ർ നിസ്കാരത്തിന് ശേഷമില്ല. പിന്നെ മഗ്രിബിന് മുമ്പ് ചില പള്ളികളിൽ ഇങ്ങനെ നിസ്കരിക്കാനുള്ള അവസരം കിട്ടും. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. പിന്നെ അവ്വാബിൻ നിസ്കാരം പറ്റുമെങ്കിൽ ആ സമയത്ത്, ഇപ്പോൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമൊക്കെ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അവ്വാബിൻ നിസ്കാരം നിസ്കരിക്കുക. പിന്നെ ഇശാ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. പിന്നെ അതിനുശേഷം പിന്നെ വിത്ർ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ തഹജ്ജുദിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും മതി, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. അപ്പോൾ നിസ്കാരങ്ങളുടെ കാര്യം കൃത്യമാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നോമ്പാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നോമ്പ് മുറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അത് മാത്രമല്ല നോമ്പ് മുറിയുക. നമ്മൾ പിടിക്കുന്ന ആത്മീയമായ നോമ്പാണ്. ഈ ആത്മീയമായ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഏതാ? ഹറാമായ നോട്ടം, ഹറാമായത് കേൾക്കുക, പറയുക, ചിന്തിക്കുക, അതൊക്കെ എന്താണ്? നമ്മുടെ നോമ്പിൻ്റെ ആത്മീയമായ ഫലങ്ങൾ നശിപ്പിച്ച് കളയുന്നതാണ്. കുറ്റവും കുറവും പറയുക. ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് പല ആളുകളും ചിലപ്പോൾ ജോലിക്കൊന്നും പോയിട്ടുണ്ടാവില്ല, ചില ആളുകൾ ഓഫീസിൽ നിന്ന് പോയിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ആ പകുതി പ്രതിഫലം പോകും. അതുകൊണ്ട് ഇന്നത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ നോമ്പ്, അവൻ്റെ ആത്മീയമായ നോമ്പ് മുറിഞ്ഞു പോകുന്നത് കൂടുതൽ നാവ് കൊണ്ടാണ്, അവൻ പറയുന്ന ചില മോശപ്പെട്ട വാക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ട് അതുണ്ടാവാതെ സൂക്ഷിക്കണേ. പിന്നെ നമ്മൾ നോമ്പുകാരാണ്. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതാണ്, ഇന്നലെ നമ്മൾ ബറാത്ത് രാവിൻ്റെ അന്ന് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ആ ദിക്റുകൾ ഒന്നുകൂടി ആവർത്തിച്ചാൽ നല്ലതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ദിക്റുകൾ ഏതൊക്കെ ഓർക്കുന്നുണ്ടാകും. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. നമ്മൾ ഇന്നലെ 70 പ്രാവശ്യമാണ് പറയാൻ പറഞ്ഞത്. 70 അല്ലെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും ഈ ഒരു ദിക്ർ പറയണേ. കാരണം ഇന്ന് നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സൂമൂ നഹാറഹ, ആ ബറാത്തിൻ്റെ പകലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് പിടിക്കുക. അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ളൊരു നോമ്പാണ് ഇത്. ഈ ഒരു നോമ്പ് ഇന്നത്തെ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ചെയ്യുന്ന ദുആ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദുആയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും അള്ളാഹു തആല ഏറ്റവും കേൾക്കാൻ താല്പര്യമുള്ള, അവൻ്റെ അടിമകളിൽ നിന്നും കേൾക്കാൻ താല്പര്യമുള്ള ദുആകളുടെ കൂട്ടത്തിലുള്ള ഒരു ദുആയാണ് ഇന്നത്തെ പകലിലെ ദുആ. അതുകൊണ്ട് ദുആകൾ അധികരിപ്പിക്കാൻ പ്രത്യേകം മറന്നു പോവരുതേ. ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ദുആകൾ വേഗത്തിൽ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ദിക്റുകൾ കൂടി ഒന്ന് ആവർത്തിച്ചാൽ നല്ലതാണ്. ഏതൊക്കെയാണ്? അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അർഹമർ റഹീമീൻ. അതൊരു 70 വട്ടം പറഞ്ഞില്ലെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും പറയുക. അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതൊരു 3 പ്രാവശ്യം പറയാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് പിന്നെ എണ്ണാതെ ഇങ്ങനെ പറഞ്ഞോളി. ഒരുപാട് വട്ടം അറിയാവുന്ന സ്വലാത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ കമൻ്റ് ഇട്ടു, ഉസ്താദേ ഹസ്ബുനല്ലാ എന്നല്ലേ പറയേണ്ടത്, ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ ശരിയാകുന്നു. ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹു മതി എന്നാണ്. ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു മതി എന്നാണ്. നമുക്ക് അല്ലാഹു മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും അത് ശരിയാണ്. പിന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ, അതൊക്കെ പറയാം, അതൊക്കെ പൂർണ്ണമായ രൂപമാണ്. അപ്പോൾ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നെങ്കിലും പറയാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ദുആ ഇറക്കണം. അല്ലാഹു തആല ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പൊക്കെ സ്വീകരിക്കുവാനും
അതുപോലെ തന്നെ നോമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കാനും പ്രത്യേകം നമ്മൾ ദ്വാരക്കണം. പിന്നെ നമ്മൾ ഇന്ന് മഗ്രിബിന് മുമ്പ്, ഇപ്പോൾ ബാങ്ക് ഒരു 6:35, ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ 6:35 മഗ്രിബ് ബാങ്ക്. അപ്പോൾ ഒരു 6:30 ഒരു 5 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഒരു നോമ്പ് അല്ലേ, നോമ്പ് വന്നാൽ പിന്നെ ഉമ്മമാർക്ക് ഭയങ്കര തിരക്കാണ്. അസർ കഴിഞ്ഞ പിന്നെ അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലിയോട് ജോലി, നാരങ്ങ വെള്ളം, ചായ, തരി കാച്ചിയത്, പിന്നെ എന്താണ് പത്തിരി, ഇറച്ചി, അതിങ്ങനെ ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല, നമ്മളൊക്കെ അൽഹംദുലില്ലാ അതൊക്കെയാണല്ലോ കഴിക്കാറ്. പക്ഷേ നമ്മുടെ ഈ മഗ്രിബിന് ഒരു 10 മിനിറ്റെങ്കിലും മുമ്പ് നിങ്ങളുടെ ആ ജോലിയൊക്കെ ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് തീർക്കുക പരമാവധി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് അള്ളാഹുലേക്ക് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ, ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലേ, പുറത്ത് പറയാനാവാത്ത ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട് എത്രയോ ഉമ്മമാരാ സദേ മക്കളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്, അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, വഴിതെറ്റി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത്. വീടില്ലാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ ജോലി ഇല്ലാത്തവരുണ്ട്, ശമ്പളം പെൻഡിങ്ങിൽ നിൽക്കുന്നവരുണ്ട്, ഗൾഫിലുള്ള ഒരുപാട് പ്രവാസികൾ അൽഹംദുലില്ലാ അല്ലേ, അവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ദുആയിരുന്നു ഇന്നലെ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അവരൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഏറ്റു പറയാൻ പറ്റിയ ഒരു സമയമാണ്. കാരണം ആ സമയത്ത് അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ടാകുമെന്നാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ അള്ളാഹുവേ, തൂരുസീന പർവ്വതത്തിൽ വെച്ച്, അള്ളാഹിനോട് ചോദിക്കുന്നു, തൂരുസീന പർവ്വതത്തിൽ വെച്ച് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല എങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നല്ലോ, നീ എൻ്റെ അടുത്ത് വന്നല്ലോ, എന്നാൽ അതിനേക്കാൾ അടുത്ത് നീ ആരുടെയെങ്കിലും അടുക്കൽ പോകുമോ? അതായത് നീ ആരുടെയെങ്കിലും അടുക്കൽ തൊട്ടടുത്ത് പോയി ഇരിക്കാറുണ്ടോ? ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ഉണ്ട്, ഇനി ഒരു സമുദായം വരും, ആ സമുദായം നമ്മളാണ്. ആ സമുദായം പിടിക്കുന്ന നോമ്പ്, സൗം, ആ നോമ്പ് പിടിച്ചിട്ട് അവർ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അവർ ദുആ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ടാകും മൂസ നബിയെ എന്ന് ആദരവായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കും. ഇപ്പോൾ 6:35 ബാങ്കെങ്കിൽ ഒരു 6:30 അല്ലെങ്കിൽ 6:25 എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് ഉമ്മയും ഉപ്പയും മക്കളൊക്കെ വീടുകളിലാണെങ്കിൽ വീട്ടിൽ, വാപ്പമാർ പുരുഷന്മാരാണ് പള്ളിയിൽ. ഇപ്പോൾ എല്ലാ പള്ളികളും ഉണ്ടാവുമല്ലോ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചായ, സമൂസയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ വെറുതെ കളവളാന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വെറുതെ നമ്മളെ ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആര് വർത്തമാനം പറയട്ടെ, നമ്മൾ അവിടെ നിന്നിട്ട് തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ഉമ്മമാർ ജോലി തീർന്നില്ല എങ്കിൽ, ചായ തിളച്ചിട്ടില്ല, 6:30 ചായ തിളച്ചിട്ടില്ല, ബാങ്ക് പിന്നെ തൊട്ട് മുമ്പേ തിളക്കുള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദിക്ർ പറയുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതിശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്കുകളാണ്. മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ എളുപ്പമുള്ള വാക്കുകളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ആ ദിക്ർ മറന്നു പോകരുത്. എന്നിട്ടോ പരമാവധി ആ ബാങ്കിന് മുമ്പ് നമ്മൾ ജോലി തിരക്കെല്ലാം മാറ്റി ഒന്ന് ദ്വാരക്കുക. ഏതാ ദുആ? നിങ്ങൾക്ക് മലയാളത്തിൽ നമുക്ക് ദ്വാരക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ആദ്യം തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അല്ലേ? ആ ദുആ അറിയാലോ, ആ ദുആ പറയുക. പിന്നെയോ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ പറയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ദുആ പറയാം. ഇങ്ങനെ എത്രയോ ദുആകൾ നമുക്കറിയാം. അറിയാവുന്ന ദുആകൾ പറയുക. ഇനി ഒരു ദുആ അറിയില്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുക, പടച്ചോനെ റബ്ബേ എൻ്റെ വിഷമങ്ങൾ മാറ്റി തരണേ അല്ലാ, എൻ്റെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ, ഇന്നലെ രാത്രി ഞങ്ങൾ ബറാത്തിൻ്റെ രാവിലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് നീ കബൂലാക്കണേ അല്ലാ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സ് തുറന്നങ്ങോട്ട് അള്ളാഹുവിനോട് പറയുക. പിന്നെ നോമ്പ് ബാങ്ക് വിളിച്ചു, മഗ്രിബ് ബാങ്ക് വിളിച്ചു. ഇന്ന് എന്താ ചെയ്യേണ്ടത്? വെറുതെ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത് കേട്ടോ. ഒരുപാട് ആളുകൾ സമൂസ കൊണ്ട്, കട്ട്ലേറ്റ് കൊണ്ട്, ആ ഒരു ആവേശത്തിലെ, നല്ല വിശപ്പ്, നല്ല ചൂടല്ലേ ഇപ്പോൾ, അല്ല നല്ല ചൂടാണ്. പല ജില്ലകളിലും റെഡ് അലർട്ടും
അതുപോലെ യെല്ലോ അലർട്ടൊക്കെ പറഞ്ഞിരിക്കുക, നല്ല ചൂടാണ്. അല്ലാഹു തആല ഈ ഒരു വേനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പിടിച്ചിട്ടുള്ള നോമ്പിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല എല്ലാ ഇടങ്ങേറും പടച്ചവൻ മാറ്റി തരുമാറാവട്ടെ. അല്ലേ, റമദാൻ, അതുപോലെ തന്നെ റമദാനിലാണ് എക്സാം വരുന്നത്. നമ്മുടെ മക്കളുടെ പല ആളുകളുടെയും കുട്ടികളുടെ പരീക്ഷ തുടങ്ങി. അല്ലാഹു തആല എല്ലാം എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കട്ടെ. അതുപോലെ തന്നെ വരുന്ന റമദാനിലൊക്കെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് നോമ്പ് പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല ചൂടാണ് പുറത്ത്, അപ്പോൾ നമ്മുടെ ശരീരവും നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ ഒന്നും കഴിക്കാതിരുന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എണ്ണപ്പലഹാരം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കഴിക്കണ്ട, സമൂസ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കഴിക്കാതിരിക്കുമോ? ഇല്ലല്ലോ, അത് കഴിക്കും. പക്ഷേ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുതെന്നാണ്. ആദ്യം എന്ത് ചെയ്യുക, ഈത്തപ്പഴമോ കാരക്കോ അതുകൊണ്ട് നമ്മൾ തുറക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് സമൂസയോ ഉന്നക്കായോ ഇറച്ചിപ്പത്തിരിയോ അല്ലാത്ത പത്തിരിയോ ഒക്കെ നമ്മൾ കഴിക്കുക. അപ്പോൾ സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത്. നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ഈത്തപ്പഴം കാരക്കയാണ്. അതിനുശേഷം വെള്ളമാണ്, നല്ല പച്ചവെള്ളം, അത് കുടിക്കുക. പിന്നെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കലാണ് നല്ലത്, കാരണം ലെൻസിന് അത് പ്രശ്നമുണ്ടാക്കും. നമ്മൾ ഇത്രയും സമയം നമ്മൾ 12 മണിക്കൂർ 13 മണിക്കൂർ ഒന്നും കഴിക്കാതിരുന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ നല്ല രസമായിരിക്കും കുടിക്കും, പറയുന്ന ഞാനും ഒക്കെ കുടിക്കും. പക്ഷെ അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ലെൻസിന് ചില പ്രശ്നങ്ങളുണ്ടാവാം. ആദ്യം ആ കാരക്ക ഈത്തപ്പഴം കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പച്ചവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ നമുക്കറിയാമല്ലോ, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറന്നു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, ഈ ദുആ പറയാം. അതോടൊപ്പം തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, ആ ഒരു ദിക്ർ കൂടി പറഞ്ഞാൽ അത് പൂർത്തിയാകും, ആ പ്രതിഫലം പരിപൂർണമായി കാമിലായി എന്നാണ്. ദഹബൽ ദമഉ വബ്തല്ലത്തിൽ ഉറൂഖു, അതായത് എൻ്റെ ദാഹം പോയി അല്ലേ, വെള്ളം കുടിച്ചു, നോമ്പ് തുറന്നപ്പോൾ ദാഹം പോയി, എൻ്റെ നാട്ടി നരമ്പുകൾ നനഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. ഇതാണ് അതിൻ്റെ ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. ദഹബൽ ദമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മഗ്രിബ് നിസ്കാരം ജമാഅത്ത് കളയരുതേ, മഗ്രിബ് നിസ്കാരം നിസ്കരിക്കുക. മഗ്രിബിന് ശേഷം നല്ല വിശപ്പുണ്ടാവുമല്ലോ അല്ലേ, പത്തിരി കഴിക്കാനും പൊറോട്ട കഴിക്കാനൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ദ്വാരക്കുക, ജസ്റ്റ് ഒരു 1-2 വാക്കുകൾ ദ്വാരക്കുക. ആ സമയത്ത് ആളുകളൊക്കെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചപ്പാടും ബഹളവും കഴിക്കാനുള്ള ത്വരതയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 വാക്ക്, പഠിച്ചോനെ എൻ്റെ നോമ്പ് നീ സ്വീകരിക്കണേ അള്ളാഹു എൻ്റെ വിഷമങ്ങൾ മാറ്റി തരണേ അള്ളാഹു, ജസ്റ്റ് ഒരു 2 വാക്ക് പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാരക്കുക. അത് അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ചില ആളുകൾക്ക് തോന്നും, ഉസ്താദെ ഞങ്ങൾ ഈ ബറാത്ത് ദിനത്തിൽ നോമ്പുകാരാണ്, അപ്പോൾ നോമ്പുകാരായ സമയത്ത് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്, അതല്ലാതെ ഒരു വലിയൊരു ദിക്റോ സ്വലാത്തോ അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോമ്പ് മുറിയാതിരിക്കലാണ്, അതല്ലാതെ വേറെ ഒരു ആത്മീയമായ കാര്യവുമല്ല അല്ലേ. ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പില്ലേ, ആ നോമ്പ് മുറിയാതെ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പ് മുറിഞ്ഞാൽ എന്താ, പിന്നെ നമ്മൾ ഈ ചെയ്ത ആമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പ് അതിൻ്റെ പ്രതിഫലം എങ്ങനെ നമുക്ക് പൂർണ്ണമായും കരസ്ഥമാക്കാം എന്നുള്ള ചുരുങ്ങിയ ഒരു വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ കൂടാതെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ആരെങ്കിലും ഒരു നോമ്പ് തുറക്കാൻ വിളിക്കുക. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കുടുംബക്കാരെങ്കിലും വിളിക്കാം. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ നോമ്പ് തുറ ഉണ്ടാവും, ഒരു 500 രൂപ ആ നോമ്പ് തുറയിലേക്ക് ഒരു സംഭാവന, ഇൻഷാ അല്ലാഹ് എൻ്റെ വകയായിട്ട് ഒരു 500 രൂപ, അതിലിപ്പോൾ കാരക്കയോ സമൂസ എന്ത് വാങ്ങിച്ച ആളുകൾ കഴിച്ചാലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇടപെടാൻ ശ്രമിക്കുക. പിന്നെയോ കുടുംബ ബന്ധം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ബറാത്ത് രാവ് കഴിഞ്ഞു, ഇന്ന് അതിൻ്റെ പകലാണ്, അപ്പോൾ പിണക്കമുള്ളവരെ അത് മാറ്റാതെ നിങ്ങൾ ഈ തലകുത്തി മറിഞ്ഞ് നോമ്പ് വിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നും മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടണേ. അതുപോലെ തന്നെ ഉമ്മയോട് വാപ്പയോട് പിണങ്ങിയിട്ടുള്ളവർ പിണക്കം മാറ്റണേ. അതുപോലെ തന്നെ ബറാത്ത് രാവിൻ്റെയും അതിൻ്റെ ബറാത്ത് ദിനത്തിൻ്റെയും പുണ്യം കിട്ടാത്ത ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട് ബറാത്ത് രാവിൻ്റെ പുണ്യം കിട്ടാത്ത ആളുകൾ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി വിശദമായിട്ട് സൂചിപ്പിച്ചിരുന്നു.
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്ക് ബറാഅത്തിൻ്റെ രാവിൻ്റെ പുണ്യം കിട്ടിയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പകലിൻ്റെ നോമ്പിൻ്റെ പുണ്യവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ആഖുൽ വാലിദൈൻ, ഉമ്മയെ ബാപ്പയെ അടങ്ങേറാക്കുന്ന ആളുകൾ, അവരുടെ ശാപം വരിച്ച ആളുകൾ, അവർക്കും ഇന്നത്തെ ഈ ദിവസങ്ങളിലൊന്നും അള്ളാഹുവിൻ്റെ പുണ്യമായ ഒരു റഹ്മത്തും കിട്ടുകയില്ല. അതുപോലെ തന്നെ പിണങ്ങിക്കഴിയുന്നവർ, അല്ലേ, ഖാത്തിഉർ റഹ്ം, പിണങ്ങിക്കഴിയുന്നവർ, കുടുംബബന്ധം മുറിച്ചവർ, അതുപോലെ തന്നെ ഞമീമത്ത് പറയുന്നവർ, ഏഷണി പറഞ്ഞ് നടക്കുന്നവർ, നോമ്പ് പിടിച്ചിട്ട് വെറുതെ ഫിത്നയും ഫസാദും പറഞ്ഞ് നടക്കല്ലേ. നമ്മുടെ നോമ്പ് മുറിയും ഇന്നലെ നമ്മൾ ചെയ്ത അമലൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. അതുപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകൾ, കാഹിൻ, ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ മനസ്സിലെപ്പോഴും ശത്രുത, ഈർഷ്യത, അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ അത് വെച്ചുകൊണ്ട് നടക്കുന്നവർ, അവരുടെയും അമലുകൾ അള്ളാഹു തആല സ്വീകരിക്കില്ല. പിന്നെയോ അതോടൊപ്പം തന്നെ നബി തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുബ്തദ, പുത്തനാശയക്കാർ, അവരുടെ അമൽ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവർ, അല്ലാഹുവേ അവരുടെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ട് അല്ലാഹു ആലം. അപ്പോൾ ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പിണക്കങ്ങൾ, കുടുംബബന്ധം മുറിച്ചവർ, അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നോമ്പ് പിടിച്ചിട്ട് ആ പിണക്കങ്ങളൊക്കെ മാറ്റിയാൽ ഇന്നലത്തെ അമലും അല്ലാഹു സ്വീകരിക്കും, ഇന്നത്തെ അമലും സ്വീകരിക്കും. ഇന്നും പിണക്കം മാറ്റാതെ കുശുമ്പായിട്ട് നടക്കുകയാണെങ്കിൽ ഇന്നലത്തെ അമലും സ്വീകരിച്ചിട്ടില്ല, ഇന്നത്തെ നോമ്പും സ്വീകരിച്ചിട്ടില്ല, പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല, നോമ്പ് തുറക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പറയേണ്ട ദിക്റുകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാനിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, പരിപൂർണ്ണമായ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഒരുപാട് നന്മകൾ നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.